കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. ഈ മെസ്സേജ് ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കൾക്ക് യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ബലവാനായ ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. കുറുകിപ്പോകാത്ത കരമുള്ളവൻ, അന്നമാകാത്ത ചെവിയുള്ളവൻ, ഇന്നും നമുക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കാൻ കഴിവുള്ളവൻ നമ്മുടെ കൂടെയുണ്ട്. മികാപ്രവചനത്തിൽ അതുകൊണ്ടാണ് ഒരു പ്രാർത്ഥന, ഞാനോ യഹോവയിങ്കലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. നോക്കുവാനും കാത്തിരിക്കാനും തയ്യാറാകുമെങ്കിൽ കാത്തിരിക്കുന്നവരെ ശക്തിപ്പെടുത്തുന്ന ദൈവം, ക്ഷീണിച്ചിരിക്കുന്നവന് ബലം നൽകുന്നവൻ, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. അപ്പോൾ സഹായം വരുന്ന ഒരിടത്ത് കണ്ണുകൾ ഉയർത്തുമ്പോൾ പറ്റില്ല എന്ന് പറയുന്ന ഒരു ദൈവത്തെയല്ല സേവിക്കുന്നത്. പരിധിയും പരിമിതിയില്ലാത്ത ഉന്നതനായൊരു കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഈ പകൽ എങ്ങനെ ഫേസ് ചെയ്യും, എന്തായിത്തീരും, എങ്ങനെ ഞാൻ സംസാരിക്കും, എന്ത് മറുപടി പറയും എന്ന് ചിന്തിക്കുന്ന ചില വിഷയത്തിന്മേലും ധൈര്യത്തോടെ നമുക്ക് പറയാൻ കഴിയണം, ഞാൻ യഹോവയിങ്കലേക്കാണ് നോക്കിയത്. എന്നെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്, എന്നെ വിടുവിക്കുന്നവനുണ്ട്, സഹായിക്കുന്നവനുണ്ട്, സൗഖ്യമാക്കുന്നവനുണ്ട്. മനം തകർന്ന എൻ്റെ മനസ്സിനെ പണിയുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ ഏത് ചോദ്യങ്ങൾക്കും ഇന്ന് പകലിലും ഉത്തരം നൽകാൻ ദൈവ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ട്. അവിടുത്തെ പ്രവൃത്തി നമ്മുടെ മധ്യയെ വെളിപ്പെടുത്താൻ ഇന്ന് പകലിലും പരിശുദ്ധാത്മാവിന് കഴിയും. വിശ്വസിക്കുന്നവർ ദൂതേറ്റെടുത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. വിശ്വാസത്താൽ ജീവിക്കാൻ, ആത്മാവിൽ ജീവിക്കാൻ, അഭിഷേകത്തോടെ ജീവിക്കാൻ, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കാൻ ഇന്ന് പകൽ തയ്യാറാകൂ. സങ്കടങ്ങളും വേദനകളും മറ്റാർക്കും അറിയാൻ പറ്റില്ല. നിങ്ങളുടേത് എല്ലാം തുറന്നു പറയാൻ പറ്റില്ല. തുറന്നു പറഞ്ഞാൽ പോലും അതേ രീതിയിൽ ഉൾക്കൊള്ളുന്നവരില്ല. പക്ഷേ ഹൃദയത്തിൻ്റെ ഓരോ സ്പന്ദനവും വ്യക്തമായി അറിയുന്ന ദൈവം മാത്രമല്ല, ഭൂമിയുടെ അറ്റത്ത് പാർത്താൽ നടത്തുന്നവൻ. എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് വിളിച്ചാൽ കേൾക്കുന്നൊരു ദൈവം. ഇത്ര ശ്രേഷ്ഠനായൊരു ദൈവമാണ്. പലതും കേട്ടിട്ടും പലരും മനസ്സിലാകാതെ മാറിപ്പോയി കഴിഞ്ഞപ്പോഴും യഹോവയായ ഞാൻ മാറാത്തവൻ, യഹോവയായ ഞാൻ മാറാത്തവൻ എന്ന് പറയുന്ന ദൈവശബ്ദത്തിൻ്റെ ആഴം ഈ പകൽ എത്ര പേർക്ക് ശ്രവിക്കുവാൻ കഴിയും? ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? സ്വാഭാവികമായി മറക്കില്ല, സത്യമാണ്. ആ കാലഘട്ടത്തിൽ എഴുതിയപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇല്ലായിരിക്കാം. പക്ഷേ പരിശുദ്ധാത്മാവിനറിയാം, മറക്കുന്ന ഒരു കാലഘട്ടം വന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല, ഞാൻ നിന്നെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ദൈവശബ്ദം ഇന്ന് പകൽ എത്ര പേർ കേൾക്കുന്നു? പലരും മറന്നുപോയില്ലേ, മാറിപ്പോയില്ലേ, മതിയാക്കിയില്ലേ ബന്ധങ്ങൾ? പക്ഷേ ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഞാൻ നിൻ്റെ ദൈവമാണ്, ഞാൻ നിൻ്റെ പിതാവിൻ്റെ ദൈവമാണ്, ഞാൻ നിൻ്റെ കൂടെ എല്ലാ കാലത്തും ഇരിക്കാമെന്ന് പറഞ്ഞ സർവശക്തനായ ദൈവ സാന്നിധ്യം ഈ പകൽ അവിടുത്തെ പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി വേഗത്തിൽ വെളിപ്പെട്ടു വരും എന്നുള്ളതിന് സംശയമില്ല. വളരെ സുപരിതമായൊരു ഭാഗമാണ്. നാം നേരത്തെയും പ്രസംഗം കേട്ട ഒരു ഭാഗമാണ്. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 18-ാമത് വാക്യം, പൗലോസായ എൻ്റെ സ്വന്തം കയ്യാലെ വന്ദനം, എൻ്റെ ബന്ധനങ്ങളെ ഓർത്തുകൊള്ളുവീൻ, കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. അപ്പോസ്തലനായ പൗലോസ്
കൊലോസ്യ വിശ്വാസികൾക്ക് സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ഒരു ആത്മാവിൽ ഉണർത്തുന്ന, ഉദ്ബോധിപ്പിക്കുന്ന ഒരു ലേഖനമാണ് കൊലോസ്യ ലേഖനം. കൊലോസ്യയുള്ള സകല വിശുദ്ധന്മാർക്കും വിശ്വസ്തന്മാരുമായ സഹോദരങ്ങൾക്ക് എഴുതുന്ന ഒരു ലേഖനം. ഒത്തിരി ആധികാരികമായി പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തുന്ന, ബലം കൽപ്പിക്കുന്ന, ഉയർപ്പിൻ്റെ ശക്തിയെപ്പറ്റി വെളിപ്പെടുത്തുന്ന, കാൽവറി കൊലക്കളത്തിൽ യേശുവിൻ്റെ യാഗത്തിലൂടെ പിശാചിൻ്റെ സകല സംവിധാനങ്ങളെയും പരസ്യ കാഴ്ചയാക്കി മാറ്റിയെന്നൊക്കെ രേഖപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് കൊലോസ്യ ലേഖനത്തിലെ ഓരോ അധ്യായങ്ങളും. വിശ്വാസി എങ്ങനെ ജീവിക്കണമെന്നും ഉയരത്തിലുള്ള അന്വേഷിക്കണമെന്നും നമ്മുടെ അൾട്ടിമേറ്റയും നിത്യതയായിരിക്കണമെന്നും ഒക്കെ ഇതിനകത്ത് ലേഖകൻ വരച്ചു കാണിക്കുന്നു. നമുക്കറിയാം, ഇവിടെ നാം വായിച്ച വാക്യം 4-ാം അധ്യായം നിങ്ങൾ നോക്കൂ. അതിനകത്തും പറയുന്നു, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രത്തോടെ അതിൽ ജാഗരിച്ചു കൊണ്ടിരിക്കണം. വചനത്തിൻ്റെ വാതിൽ തുറക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. സംസാരിക്കേണ്ടതുപോലെ അതിനെ വെളിപ്പെടുത്താൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ജ്ഞാനത്തോടെ പെരുമാറണം. നമ്മുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയായിരിക്കണം. ഉപ്പിനാൽ രുചി വരുത്തുന്നതായിരിക്കണമെന്ന് പറഞ്ഞാണ് അത് തുടങ്ങുന്നത്. എന്നിട്ടാണ് പറയുന്നത് 4:12-18 പൗലോസായ എൻ്റെ സ്വന്തം കയ്യാൽ വന്ദനം. എൻ്റെ സ്വന്തം കയ്യാൽ വന്ദനം. എൻ്റെ കൈ പ്രവർത്തിപ്പിക്കാതെ, കാലുകളെ പ്രവർത്തിപ്പിക്കാതെ എൻ്റെ ജീവനെ അപകടത്തിലാക്കുമെന്ന് പറഞ്ഞ അനേക ശക്തികൾ, പൗലോസിനെതിരെ വന്ന കാലഘട്ടങ്ങൾ, പ്രതിസന്ധികൾ ഒന്നൊന്നായി ജീവിതത്തെ ആഞ്ഞടിച്ച, നീ സംസാരിക്കത്തില്ല, നീ നടക്കില്ല, നിൻ്റെ കൈകൾ പ്രവർത്തനരഹിതമാക്കും. പക്ഷെ അതിൻ്റെ പുറത്ത് ദൈവാത്മാവ് ഒരു ശബ്ദം കേൾപ്പിച്ചു അനേക തവണ. നീ റോമിൽ നിൽക്കണം, നീ പ്രസംഗിക്കേണ്ടടുത്ത് പ്രസംഗിക്കണം, ഭയപ്പെടാതെ പ്രസംഗിക്കണം, ആർക്കും നിന്നെ ഒരു ദോഷവും ചെയ്ത് അകപ്പെടുത്താൻ പറ്റില്ല എന്ന് പറയുന്ന കർത്താവിൻ്റെ ശബ്ദവും ഇപ്പുറത്തുണ്ടത് മറന്നു പോകരുത്. കർത്താവിൻ്റെ ശബ്ദം ഇപ്പുറത്ത് മുഴങ്ങുമ്പോൾ തന്നെ അതിനോപ്പോസിറ്റായി നിന്നെ ഒതുക്കുവാൻ ശപഥം ചെയ്യുന്ന ശക്തികളുണ്ട്. 40-ലധികം പേര് തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ പൗലോസ് ഒടുങ്ങുന്നിടം വരെ ശപഥം ചെയ്തുകൊണ്ട് അവർ ജപിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് മനസ്സിലാക്കണം. പക്ഷേ ഇപ്പുറത്ത് പൗലോസ് പറയുന്നു, എൻ്റെ സ്വന്തം കയ്യാൽ വന്ദനം. ഈ കൈ ആമത്തിലിട്ട് പൂട്ടിയതാ, കാലുകൾ ആമത്തിലിട്ട് പൂട്ടിയതാ. അനേക ഉപദ്രവങ്ങൾ എൻ്റെ ശരീരത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ ശരീരം കൊണ്ട് ഞാൻ ഇപ്പോഴും ദൈവത്തെ മഹത്വ പിശാച് അവകാശവാദം പറഞ്ഞ് നിന്നെ പൂട്ടുമെന്നും, നിൻ്റെ വാഗ്ദത്തങ്ങളെ പൂട്ടുമെന്നും, നിൻ്റെ വാഗ്ദത്തങ്ങളെ ചലിപ്പിക്കത്തില്ലെന്നും പറയുമ്പോൾ ആ കൈകൾ ഉയർത്തി പറയുകയാണ്, വന്ദനം ചെയ്തുകൊണ്ട് പറയും, എൻ്റെ സ്വന്തം കൈ കൊണ്ട് കേട്ടോ നിങ്ങൾക്കെല്ലാം ഞാൻ വന്ദനം ചെയ്യുന്നു. ഈ പകൽ ദൈവാത്മാവ് തൻ്റെ ജനത്തെ നോക്കി സന്ദേശമറിയിക്കുന്നു. ഒതുക്കാൻ നോക്കിയ നിങ്ങളുടെ ഓരോ അവയവങ്ങൾ, നിങ്ങളുടെ തലമുറകൾ, ദൈവസഭയുടെ ഓരോ അവയവങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, കരങ്ങൾ ഉയർത്തി വായ് തുറന്ന് ദൈവത്തിന് മഹത്വം കുരേറ്റാൻ നിങ്ങൾ തയ്യാറായിക്കോ. പിശാച് പ്രവർത്തിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ അതേ ഇടത്ത് നിങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്നു, നിങ്ങൾ നടക്കാൻ പോകുന്നു. നിങ്ങളുടെ കാലുകൾ ചലിപ്പിച്ചുകൊണ്ട് വാഗ്ദത്തങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ വിളിച്ചു പറ, എൻ്റെ സ്വന്തം കയ്യാൽ എൻ്റെ കാലുകൊണ്ട് ഞാൻ നടക്കുന്നു, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുന്നു, എൻ്റെ കാതുകൊണ്ട് ദൈവ ശബ്ദം കേൾക്കുന്നു, എൻ്റെ വായ് കൊണ്ട് അനേകരോട് സ്വർഗം ചെയ്ത വിടുതലുകളെപ്പറ്റി പറയുന്നു. കാരണം കൃപ എൻ്റെ കൂടെയുണ്ട്. ദൈവത്തിൻ്റെ കൃപ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഇവിടെ ഞാൻ പരാജയപ്പെടത്തില്ലെന്ന് വ്യക്തമായി വിളിച്ചു പറയാൻ പരിശുദ്ധാത്മാവ് തൻ്റെ ജനത്തെ നോക്കി സന്ദേശം ഇന്ന് പകൽ കൈമാറുന്നു. വിശ്വസിക്കുന്നവർ ആമേൻ പറ. എൻ്റെ കൈ കൊണ്ട് ഞാൻ വന്ദനം ചെയ്യും.
പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ശരീരത്തെ നോക്കി അവകാശവാദം പറയുമ്പോൾ ഈ കരം ചലിപ്പിക്കത്തില്ലെന്ന്, ഈ കാലുകൾ ചലിപ്പിക്കാൻ പറ്റില്ല, നിന്റെ തല പ്രവർത്തിക്കത്തില്ല, ഇനിയും ഈ കാലുകൊണ്ട് നടന്ന് നിനക്ക് ജോലി ചെയ്യാൻ പറ്റില്ല, ഈ കരങ്ങൾ നീ ഒന്ന് ഉയർത്തുന്നത് കാണട്ടെ എന്ന് പറഞ്ഞ് നിനക്കെതിരെയും നിന്റെ തലമുറകൾക്കെതിരെ അവകാശവാദം പറഞ്ഞ് പൂട്ടുവാൻ നിൽക്കുന്ന ചില ശക്തികൾ, അധികാരങ്ങൾ, അന്ധകാരം, മണ്ഡലങ്ങൾ, ഇതിനെ കണ്ട് നിരാശപ്പെടാതെ എന്നോട് വാക്ക് പറഞ്ഞവനുണ്ട്, എന്നോട് സംസാരിച്ചവനുണ്ട്, എന്നെ പുറത്തു കൊണ്ടുവരുന്നവനുണ്ട്. ആ ശബ്ദം ഇന്ന് പകൽ എനിക്ക് വേണ്ടി വെളിപ്പെട്ട് വന്നിരിക്കുന്നു. ഈ പകൽ ധൈര്യത്തോടെ ചില സാക്ഷ്യങ്ങൾ പറയാൻ, വിടുതലിൻ്റെ സാക്ഷ്യങ്ങൾ പറയാൻ, വിശുദ്ധിയുടെ സാക്ഷ്യങ്ങൾ പറയാൻ, കർത്താവിൻ്റെ ബലത്തിൻ്റെ സാക്ഷ്യങ്ങൾ പറയാൻ ദൈവം ചിലരെ ഉപയോഗിക്കാൻ പോകുന്നു. വിളിച്ചു പറ, എൻ്റെ തലമുറകളെ കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ട്, എൻ്റെ കരത്തെ കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ട്, എന്നെക്കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ട്. എൻ്റെ മിനിസ്ട്രി തീർന്നിട്ടില്ല, പറയാൻ തയ്യാറുണ്ടോ? എന്നെക്കൊണ്ട് ദേശത്തെ കുടുംബക്കാരുടെ ആവശ്യമുണ്ട്. ഞാൻ ധൈര്യത്തോടെ പറയാൻ പോകുക, എൻ്റെ സ്വന്തം കയ്യാൽ വന്ദനം. പിശാച് അവകാശവാദം പറഞ്ഞെടുത്ത് കാര്യങ്ങൾ ഉയർത്തി പറയുക, എൻ്റെ സ്വന്തം കൈ കൊണ്ട് വന്ദനം. സർവശക്തനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ശ്രേഷ്ഠയാലോചനയ്ക്കായി സ്തോത്രം, അങ്ങയുടെ പ്രവൃത്തിക്കായി സ്തോത്രം, അങ്ങയുടെ ശക്തിക്കായി സ്തോത്രം, അങ്ങയുടെ സാന്നിധ്യത്തിനായി സ്തോത്രം, അങ്ങയുടെ സമീപ്യത്തിനായി സ്തോത്രം. ഞങ്ങളുടെ സ്വന്തം കൈ കൊണ്ട് ദൈവത്തിന് മഹത്വം കരേറ്റാൻ, അനേകർക്ക് വന്ദനം പറയാൻ ഞങ്ങളുടെ കരങ്ങളെ ബലപ്പെടുത്തുന്നു. ഞങ്ങളുടെ കാലുകൊണ്ട് കർത്താവ് നടക്കേണ്ടതുപോലെ നടക്കാൻ, ചവിട്ടിക്കത്തില്ലെന്ന് പറയുന്നിടത്ത് ആത്മാവിൽ ചവിട്ടാൻ ഞങ്ങളെ ഇടയാക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ കണ്ണുകളെ കൊണ്ട് കാണിക്കത്തില്ലെന്ന് പറയുമ്പോൾ കാണേണ്ടത് കാണാൻ അവിടുത്തെ ആത്മാവ് ഇന്ന് പകൽ ഞങ്ങളെ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം. ഈ ബലത്തോടെ, ഈ ശക്തിയോടെ ഇന്ന് പകലിലും അവിടെ ഞങ്ങളെ നയിക്കുന്നതിനായി സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ക്രിസ്തു വാത്സല്യ സഹോദരങ്ങളെ, ഇന്ന് പകൽ ധൈര്യത്തോടെ പറ, എൻ്റെ സ്വന്തം കൈ കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ മഹത്വം വിളിച്ചു പറയും. എൻ്റെ കാലുകൊണ്ട് ഞാൻ വാഗ്ദത്തത്തിൽ നടക്കും. എൻ്റെ കണ്ണുകൾ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ കാണും. കർത്താവ് വചനങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തു യേശുവിൽ നിങ്ങളുടെ സഹോദരൻ പ്രസ്പിക്കുക.